ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിലാണ്. ഇവിടെ തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഒരു പ്രദർശനമുണ്ട്. പണ്ട് കാലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ക്യാമറകളും ലൈറ്റുകളും മറ്റുമാണ്. നമുക്കതൊന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രതീഷ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത്. എവിടെ വീടോടാ? എൻ്റെ വീട് ട്രിവാൻഡ്രത്ത് വെള്ളായണി. ഈ ലൈറ്റ് എന്താണ്? ഈ ലൈറ്റാണ് മിനി ബ്രൂട്ട്. ഈ ലൈറ്റിന്റെ പേരാണ് മിനി ബ്രൂട്ട്. പഴയ നസീർ, മധു കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലൈറ്റാണ് ഈ ലൈറ്റ്. ഈ ലൈറ്റിന്റെ പേരാണ് മിനി ബ്രൂട്ട്. ഇപ്പോൾ അത് ഒരു പുതിയ വെർഷനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഡിനോ എന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ വെർഷൻ ലൈറ്റുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങിയ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോ ആണ് ഇതിന്റെ വെർഷൻ ലൈറ്റ്. ഈ ലൈറ്റ് എന്താണ്? ഈ ലൈറ്റിന്റെ പേരാണ് 2kV. 2kV എന്ന് പറഞ്ഞ പണ്ട് നസീറിന്റെയും മധുവിന്റെയും കാലത്തൊക്കെ ഈ ലൈറ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ ഇതിന്റെ ബേബി, ഈ ലൈറ്റിന്റെ പേര് ബേബി എന്നാണ്. ഇതിന്റെ നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ ബൾബും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇത് ജൂനിയർ. ഈ ലൈറ്റിന്റെ പേരാണ് ജൂനിയർ ലൈറ്റ്. ഇത് ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റും ആ ലൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 ലൈറ്റുകളും ഇപ്പൊ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ലൈറ്റുകളാണ്. ഈ ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പഴയ കാലത്തുള്ള ലൈറ്റുകൾ. ഇതൊക്കെയാണ് പുതിയ ലൈറ്റുകൾ. നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ബൾബ് ഉണ്ടോ? ബൾബ് കാണിച്ചു. ബൾബുകൾ ഇത് ഇപ്പോഴും നമ്മുടെ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത് ബേബിയുടെ ബൾബ് വേണം. ബേബി നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ ലൈറ്റ്? ബേബി ലൈറ്റിന്റെ ബൾബാണ്. ഇതിനകത്ത് ബൾബ് കിടപ്പുണ്ട്. ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റാണ്. ഇപ്പോഴത്തെ ഫിലിം നമ്മളിപ്പോ എടുക്കുന്ന ലൈറ്റ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ LED കാര്യങ്ങളും LED ഒക്കെയാണ് ഇതിപ്പോ നമ്മള് ഷൂട്ടിങ്ങിന് നമ്മള് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മള് ചിത്രാഞ്ജലി സ്റ്റുഡിയോ, KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിന്റെ ഇതാണ്. പിന്നെ ഈ ലൈറ്റ് 2500 വാട്ട്സ് ആണ്. 2500 വാട്ട്സ് ആണ് ഈ ലൈറ്റ്. ഇതിന്റെ പേരാണ് HMI 250. 2.5 kW. ഇതിന്റെ ടോൺ എന്ന് പറയുന്നത് വൈറ്റ് ടോൺ ആണ്, ബ്ലൂ ടോൺ ആണ്. ഈ ലൈറ്റുകളെല്ലാം വാം ടോണുകളാണ്. ഈ ലൈറ്റുകൾ കംപ്ലീറ്റ് വാം ടോണാണ്. ഇത് മാത്രമല്ല, അത് വന്നതിന് ശേഷമുള്ള പുതിയ വെർഷനായിട്ടുള്ള ലൈറ്റാണ് ഈ ലൈറ്റ്. ഈ ലൈറ്റിന്റെ ഇപ്പം ഇതൊന്നും ഇല്ല. ഇപ്പം മുന്നേ പുതിയതായിട്ട് വന്ന 600, 1000 അങ്ങനത്തെ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. പാർ ലൈറ്റ്, M40, M80 അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. ഈ ക്യാമറ എന്താ ക്യാമറയാണ്? സിനിമാസ്കോപ്പ് ക്യാമറ, QC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇട്ടിരിക്കുന്ന സൂം ലെൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് പഴയ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 20 വർഷമായി കാണും ഈ ഫിലിമിന്റെ ഇത് നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറ ആണ്. ആ ഫിലിം ഒരു ക്യാൻ എന്ന് പറയുന്നത് 400 അടിയാണ്. 400 അടി നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ട്, ഈ ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡാർക്ക് റൂമിൽ വെച്ചാൽ ഡാർക്ക് ഇതുണ്ട്, നമുക്ക് ക്ലോത്ത് ഇട്ടിട്ട് ക്ലോത്ത് മൂടി അതിനകത്താണ് ഈ ഫിലിം നമ്മൾ ചേഞ്ച് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ട് ഇത് കറങ്ങി ഇവിടെ ഇട്ടിട്ട് ഇവിടെ കറങ്ങി തീരുന്നത് എക്സ്പോസ് ആയി മാറും. എക്സ്പോസ് എന്ന് പറയുന്ന ഫിലിം ഞാൻ കാണിച്ചു തരാം. എക്സ്പോസ് ആയ ഫിലിമുകൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തിട്ട് ഇതാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് സിനിമാസ്കോപ്പ് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, ഫിലിം ഇട്ട് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അതെന്ന് പറയുന്നത് 35mm ക്യാമറ. ഇതും ഒരു 25 വർഷത്തോളമായി ഈ ക്യാമറയൊക്കെ നിന്നിട്ട്. ഇത് 10-20 വർഷമായി. ഇത് 25 വർഷത്തിന് മേലെ ഇതിന്റെ പ്രവർത്തനം ഇതായിട്ട്. പണ്ടത്തെ സിനിമകളെല്ലാം ഇതിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പുറത്തെ ഫോട്ടോ കണ്ടാൽ അറിയാൻ പറ്റും. ഇതേ ലെൻസ് ഇട്ട് അപ്പുറത്ത് നമ്മുടെ സാറ് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പുറത്ത് ഇതിന്റെ ഇതേ ലെൻസുകൾ എന്ന് വെച്ച് കണ്ടുപടമില്ലേ? അതല്ലേ? അതെ.
ഈ ക്യാമറ വെച്ച് ഇതും അതേ മെത്തേഡ് തന്നെയാണ്. ഫിലിം ഇതിനകത്ത് ഇട്ടിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റേ വി ഫൈൻഡർ എന്ന് പറയും. വി ഫൈൻഡർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇത് ഇളക്കാം. ഇത് ഇളക്കി എടുത്തിട്ട് ഫിലിം ഇത് ഇതിനകത്താണ് ഫിലിം ഇതിനകത്താണ് നമ്മൾ ഫിലിം ഇതിനകത്താണ് കയറ്റുന്നത്. ഇതിനകത്തോട്ട് കയറ്റുന്ന ഇതിനകത്താണ് ഫിലിം. നമ്മൾ 400 അടി ഫിലിം ഇതിലിട്ടിടുമ്പോൾ ഇത് മീറ്റർ ഇങ്ങിപ്പോരും. എന്നിട്ട് നമ്മൾ ഇതിനകത്തൂടെ എടുത്ത് ഇതിനകത്തൂടെ റൗണ്ട് ചെയ്ത് ഇതിനകത്തൂടെ കയറ്റി ഇവിടെ കറങ്ങുന്നതാണ് എക്സ്പോസ് ആവുന്നത്. ഇപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് എക്സ്പോസ് ആവുന്നത്. കണ്ടല്ലോ, ഇത് എല്ലാം ചെയ്യുന്നത് ഡാർക്ക് ഇതിലിട്ടാണ് ചെയ്യണതെല്ലാം. എല്ലാം മറ്റേ ഈ ക്ലോത്ത് ഉണ്ട്, ആ ക്ലോത്തിനകത്തിട്ടാണ് ഇതെല്ലാം ചെയ്യണം. എന്നിട്ടാണ് ഇതെല്ലാം ചിത്രാഞ്ജലി സ്റ്റുഡിയോ. എന്നിട്ട് ഫിലിം എടുത്തിട്ട് ഫിലിം ഇതിനകത്തൂടെ കയറ്റി ഇതിനകത്തൂടെ ഇട്ട് ഇതിനകത്തൂടെ റൗണ്ട് ചെയ്ത് ഇപ്പുറത്തിട്ട്, എന്നിട്ട് ഇത് ഷട്ടറാണ്. ഈ ഷട്ടർ ഇങ്ങനെ അടങ്ങി. എന്നിട്ട് ഇതിൽ കൂടെയാണ് ക്യാമറമാന് കാണാൻ പറ്റും. ഇതിൽ കൂടെ ഇട്ട് ഇതാണ് ലെൻസിൽ കൂടെ നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് എക്സ്പോസ് ആയ ഫിലിമുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇതെന്തോ സാധനം, ഇത് മറ്റേ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണത് ആണ് ഈ സാധനം. ഡബിങ്ങിനുള്ളതാണോ അതോ? ഡബിങ്ങിനല്ല, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുവന്ന് സൗണ്ട് വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യണ മെഷീനാണ് ഈ മെഷീൻ. ഈ മെഷീൻ എന്ന് പറയുന്നത് 60 mm ക്യാമറ. നമ്മൾ അങ്ങറ്റത്തിരിക്കുന്ന ക്യാമറയുടെ അങ്ങറ്റം ഇരിക്കില്ലേ ക്യാമറ, മറ്റേ ചെറിയ മെഷീൻ. പണ്ട് മോണിറ്ററിന് പകരം ലൊക്കേഷനിൽ കൊണ്ടുവന്ന് ഈ എടുത്ത എക്സ്പോസിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മനസ്സിലായത്? പണ്ടത്തെ മോണിറ്റർ പോലത്തത് ഇപ്പോഴത്തെ മോണിറ്റർ, പണ്ട് ഈ സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ബോളക്സ് ക്യാമറ. ഇത് 8 mm പ്രൊജക്ടർ അറിയാലോ. നമ്മളെ മറ്റേ 8 mm ഇതിട്ടിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് സ്കൂളിലൊക്കെ സിനിമ കാണിക്കുന്നില്ലേ, അതെ പ്രൊജക്ടറാണ് ഈ സാധനം. 8 mm പ്രൊജക്ടർ. ഇതെന്ന് പറയുന്നത് മറ്റേ സിനിമ പടം കാണിക്കുന്നത് തിയേറ്ററിലെ മറ്റേ ഈ പ്രൊജക്ടറില്ലേ, പ്രൊജക്ടറിനകത്ത് ഈ സാധനം ഒരു ഫിലിമിന്റെ പെട്ടിക്കകത്താക്കി വരുന്ന പെട്ടിക്കകത്താക്കി വരുന്നത്. ഇതാണ് പെട്ടിക്കകത്താക്കി വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സിനിമയിലെ പെട്ടി വന്നെന്ന് പറയില്ലേ, തിയേറ്ററിൽ പെട്ടി വന്നെന്ന് പറയില്ലേ, അത് ഇതാണ് സാധനം. ഇതാ ഫിലിമാണ്. ഇത് മണിച്ചേട്ടനാണ്. ഇത് കലാഭവൻ മണിയാണ്. അതെ, മണിച്ചേട്ടനാണ് കേട്ടാ. ഏത് പടത്തിന്റെയാ? ഏത് പടം അറിയില്ല. ഫിലിമാണോ? ഇത് പഴയ ഫിലിമാണ്. ഇതാണ്, വെട്ടത്ത് കണ്ടാൽ അറിയാൻ പറ്റും. ഈ ഫിലിം ഇത് കൊണ്ടുവന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്താണ് നമ്മൾ ഇത് നെഗറ്റീവായിട്ട് മാറ്റി. നെഗറ്റീവിൽ നിന്നാണ് നമ്മൾ ഓരോ സീൻ ബൈ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഫിലിമായിട്ട് മാറ്റി. കണ്ടോ, ഇതെല്ലാം ഫിലിമാണല്ലേ? ഇതെല്ലാം ഫിലിമാണ്. ഇതൊക്കെ എക്സ്പോസ് ചെയ്യ ഫിലിമുകളാണ്. ഇതാണ്, ഇതെല്ലാം ഫിലിമുകളാണ്. ഇത് വന്നിട്ട് 60 mm ക്യാമറയുടെ ഫിലിമാണ്. ഈ ഫിലിം വന്നത് 60 mm ക്യാമറയുടെ ഫിലിമാണ്. 60 mm ക്യാമറയുടെ. ഇതെന്താ ക്യാമറയാണ് ഇരിക്കുന്നത്? ഇത് 60 mm ക്യാമറ. ഇത് പിന്നെ നമ്മൾ വലുതായിട്ട് ഞാനിത് വലിയമായി അത് പറയാൻ എനിക്കറിയില്ല. അത് ഫസ്റ്റിലേ ഉള്ളതാണ്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബായ്.